നമ്മുടെ ഹെയർ ഓയിലില് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ 100% ഉറപ്പ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ. അതില് അകാല നിറം മാറും, മുടി കൊഴിച്ചിൽ മാറും, കറുപ്പ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും, നല്ല മുടി പൊട്ടിപ്പോകാതെ പുതിയ മുടികൾ കിളർത്ത് വരും. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവരും എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് നിങ്ങൾക്കും വീട്ടിൽ ചെയ്ത് ഉപയോഗിക്കാം. സ്കിൻ കെയർ അല്ല കേട്ടോ, സ്കിൻ കെയർ അല്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ മാത്രം മതി ചേച്ചി, ഹെയർ കെയർ വേണ്ടേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ അല്ലേ. ഹെയർ ഓയിലാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിത് സെയിലിന് ഇറക്കുന്നത്, അതേപോലെ തന്നെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന കാര്യം, ഇതിൻ്റെ ഒരു 20 ഔഷധക്കൂട്ടുകൾ ഇതിലുണ്ട്. അതിൽ ഞാനൊരു 18 നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ 20 ഔഷധക്കൂട്ടുണ്ട് നമ്മുടെ ഇത് പോകുമ്പോൾ. അപ്പം ഞാൻ നിങ്ങൾക്കിത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് ഈ ഔഷധക്കൂട്ടുകളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പം അതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അടിപൊളിയാണ്. അതായത് നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് തിക്കോടെ വളരും ചെയ്യും, മുടി കൊഴിച്ചിലുണ്ടാവില്ല, അകാല നിര ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കുറച്ചൊക്കെ നിരയ്ക്കാൻ തുടങ്ങിയവരാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് മാറിക്കോളും. നേച്ചുറലായിട്ട് തന്നെ ആ നിരകൾ പിന്നെ കൂടാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ആരംഭത്തിലേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അകാല വാർദ്ധക്യത്തെ തടയാൻ സാധിക്കും. അതേപോലെ താരൻ മാറും, മുടിയുടെ ഹെയർ ഫോൾസ്, മുടി ഇങ്ങനെ പൊട്ടിപ്പോയില്ലേ, ആ ഒരു അവസ്ഥ മാറും, പുതിയ മുടികൾ കിളർക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ കാച്ചെണ്ണ എന്ന് പറയാം, അതേപോലെ നീലയാമരി, കരിഞ്ജീരകം, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീലയാമരി, കരിഞ്ജീരകം ഹെയർ ഓയിലാണ്. അപ്പം ഇതിൽ ഒരുപാട് ആയുർവേദ ഔഷധക്കൂട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കളക്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. അപ്പം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ട വിധം ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ബെനിഫിറ്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നന്നായിട്ട് മുടി തഴച്ച് വളരും. ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇത് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വായോ, ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം അത് നിങ്ങൾക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, പൊട്ടിക്കുന്നത്, പാടത്തേക്ക് പോകുന്നത് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞു ഇതുകൾ ഇട്ടിട്ടുണ്ട്. വിശദമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് വേഗം വായി. അപ്പം നമ്മൾ കയ്യോന്നി നമുക്ക് പാടത്തുനിന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കണ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും അതേപോലെ ചുറ്റുപാടൊക്കെ ഉണ്ട്. കയ്യോന്നി എന്ന് പറഞ്ഞ സംഭവം കുറേ കാണും നമുക്ക് പാടത്താണ് കേട്ടോ. അപ്പോൾ പാടത്തു നിന്നാണ് നമ്മളത് പൊട്ടിക്കണം. അതും പുല്ലുകളൊക്കെ ഇടകലർന്നിട്ടാണ് നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാവരും ഒന്നും, ഞങ്ങൾ അതായത് ഞങ്ങളുടെ തറവാട്ടിൽ ഒന്നിച്ച് കൂടുന്നൊരു ദിവസമായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നാൽ ഉണ്ണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ഹാപ്പി ആയിക്കോട്ടെ. അപ്പോൾ എനിക്കിത് പറിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അടുത്തന്നെ പാടുണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ വീഡിയോയിലാണെങ്കിലും കാണുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ തുളസി, പനികൂർക്കയൊക്കെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിക്കുകയാണ്. കറ്റാർവാഴ നമ്മുടെ സ്വന്തം വീട്ടിലത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുണ്ട്. അതുകൂടാതെ എനിക്ക് ഇഷ്ടം പോലെ വേറെയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഉണ്ട്. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്, നമ്മുടെ വീട്ടിലത്തെ തന്നെ മരമാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണത്. നമ്മുടെ ഹെയർ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ 17 മൂലികകൾ, 17 ആയുർവേദ ഔഷധക്കൂട്ടുകളാണ് നമ്മുടെ ഹെയർ ഓയിലിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കത് കളക്ട് ചെയ്യണത് കാണിച്ചു തന്നല്ലോ. നമ്മുടെ കയ്യോന്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാടത്തേക്ക് പോയത്. കയ്യോന്നി വിൽക്കുന്ന പാടത്തുണ്ടാവും കേട്ടോ, നന്നായിട്ട് വേണം. അതേപോലെ പൂവാങ്കുറുന്നില എന്ന് പറയുന്ന വഴിയരികിലും ഇടവഴികളിലും ഒക്കെ അരികുവശങ്ങളിൽ ഉണ്ടാവും കേട്ടോ പൂവാങ്കുറുന്നില. ഇത് രണ്ടും നമുക്ക് വേണം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ കഴുകി വെച്ചോക്കാട്ടെ. ഇതൊക്കെ കണ്ടോ, ഈ 17 ഔഷധക്കൂട്ടുകളുണ്ട്. ഇതൊക്കെ
ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഹെയർ ഓയിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മുടി നന്നായിട്ട് തഴച്ച് വളരും, ഇടതൂർന്ന് വളരും. അതേപോലെ തന്നെ താരൻ മാറും, അകാല നിര മാറും, മുടി കൊഴിച്ചിൽ മാറും, പുതിയ പുതിയ മുടികൾ ഉണ്ടാവും, നല്ല തിക്കായിട്ട് തന്നെ മുടി വളരും. കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് മുടി വളരാൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇതിലൊരു 4 കാര്യങ്ങൾ 2 കാര്യങ്ങളായി കഴിഞ്ഞാൽ വളരും. പക്ഷെ നമുക്കെന്ന് വെച്ചാല് നല്ല ആരോഗ്യത്തോടെ വളരണം. അതേപോലെ മുടി കറുക്കണം, പൊട്ടിപ്പോക്ക് ഇല്ലാതാക്കണം, മുടി ഇങ്ങനെ ഹെയർ ഫോൾസ് ഇല്ലാതാവും, താരൻ ഇല്ലാതാവും, നല്ല കറുപ്പ് നിറം മുടിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നത്. ഹെൽത്തി ആയിട്ട് കരുത്തോടെ തളച്ച് വളരുകയെന്ന് ചെയ്യും കേട്ടോ ഈ ഹെയർ ഓയിൽ. അത് ഉറപ്പാണ്. കുറെ പേരോട് ചോദിച്ചു ഹെയർ ഓയിൽ, ഹെയർ ഡൈ ഒക്കെ. ഡൈ ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ആവശ്യമാണെങ്കിൽ ആ കാലത്തിലുള്ള ആളാണ് ഞാൻ ഡൈ മറ്റേ ഹെന്ന അടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ നീലയമരി കേട്ടോ, പൂവാങ്കൂർന്നില. ഇതാണ് പൂവാങ്കൂർന്നില. ഇത് വേണം നമുക്ക് കഞ്ഞുണ്ണിയുടെ അത്രയ്ക്കും തന്നെ ഇത് വേണം കേട്ടോ. പിന്നെ ഒരു നമ്മുടെ ലീഫിൻ്റെ ഇതിൽ തന്നെ പെടുന്നതാണ് നമ്മുടെ കീഴാർനെല്ലി. കണ്ടോ, ഇതിൻ്റെ ഈ ലീഫിൻ്റെ അടിയിലാണ് ഇങ്ങനെ ഉണ്ടാവുക. അതാണ് നമുക്ക് ഇതിനെ കീഴാർനെല്ലി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ വഴികളുടെ സൈഡുകളിലൊക്കെ നിൽക്കുന്നതാണ് ഈ പൂവാങ്കൂർനില. ആണെങ്കിലും ഇത് പൂവാങ്കൂർനില കേട്ടോ. ഇതാണ് ഈ പൂവുള്ളത് പൂവാങ്കൂർനില, ഇതാണ് കീഴാർനെല്ലി. കയ്യോന്നിയുടെ പൂവ്. അപ്പൊ പെട്ടെന്ന് ഓടി പോവാം. നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കണത് ഉണ്ട്, ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് പൊട്ടിക്കാനും നിങ്ങൾക്കിത് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാം. നമ്മുടെ കാച്ചെണ്ണകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇതിന് പ്രത്യേക കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അമ്മമാരൊക്കെയാണ് നമുക്ക് എപ്പോഴും കാച്ചെണ്ണ ഉണ്ടാക്കി തരാം. പിന്നെ നമ്മൾ തനിയായിട്ടുള്ളൊരു ലൈഫിലേക്ക് മാറുമ്പോൾ നമുക്ക് മടിയാണ്, നമ്മൾ ചെയ്യില്ല, നമ്മുടെ മുടി പോവുകയും ചെയ്യും. അതങ്ങനെയാണ്. അപ്പൊ മുടി ഇഷ്ടമുള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സംഭവങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ അതാണ് പറയുന്നത്. നമ്മുടെ ഹെയർ ഓയിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് ചെയ്യാൻ നേരമില്ല, ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, കഴുകണത് ഒക്കെ അറിയാം. നമ്മൾ വേരോടൊക്കെ നമ്മൾ ഫീൽഡ് എടുക്കുമ്പോൾ നിറച്ച് ചെടിയാണ്. അപ്പൊ നമുക്കിത് കാണാൻ എന്നിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബോറടിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ 17 ആയുർവേദ ഔഷധ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ നമ്മള് ഇത് കറിവേപ്പില എല്ലാവരും വീട്ടിലുണ്ടാവും. അറിയാലോ, നമ്മുടെ അകാല നിറം മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനും ഇത് ധാരാളമായിട്ട് ഭക്ഷണത്തിലാണെങ്കിലും ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഓയിൽ ഇത്ര അധികം വേണം കേട്ടോ. ഇതൊക്കെ ഫുള്ളും വേണേ. അത് പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മൈലാഞ്ചി. നമ്മുടെ ഹെന്നയ്ക്കൊക്കെ ഉള്ള കൂട്ടാണ് മൈലാഞ്ചി. മുടി വളരാനും മുടിക്ക് തണുപ്പ് നൽകാനും കറുപ്പ് കളർ നല്ല എന്താ പറയുക ഇടർത്തൂർന്ന് വളരാനൊക്കെ ആയിട്ട് നല്ല കാര്യമാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് അളവ് വേണ്ടത് ഈ എണ്ണയിൽ ഇതാണ് നമ്മുടെ കയ്യോന്നി, ഭൃംഗരാജ് എന്ന് പറയും. നീരുഭൃംഗാദിയുടെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് ആണിത്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഭൃംഗരാജ്. ഭൃംഗരാജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഞങ്ങള് പറയുമ്പോൾ തൃശ്ശൂരൊക്കെ മിക്കതും കഞ്ഞുണ്ണി എന്നാണ് പറയാ. ശരിക്കും കയ്യോന്നി. നമ്മളിപ്പോ ഇങ്ങനെ കുറെ പേരുകളുണ്ട്, കഞ്ഞുണ്ണിന്നുണ്ട് കയ്യോന്നിന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഞ്ഞുണ്ണി എന്ന് പറയാ, ഭൃംഗരാജ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഈ സംഭവം കുറെ വേണേ. അപ്പൊ ഞാനിത് പറിക്കുന്ന സമയത്ത് ഇതിന്റെ പൂ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലീഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കഴുകി വരുമ്പോഴേ ഇതിങ്ങനെ ഒതുങ്ങി കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ. അതാണ് വെള്ളം നന്നിട്ടാണ് ഇരിക്കുന്നത്. കഴുകി നമ്മൾ വാരിയിട്ടാണ് കേട്ടോ. 3-4-5 പ്രാവശ്യം കഴുകണം കേട്ടോ. പിന്നെ അതിനോടൊപ്പം കഞ്ഞുണ്ണിയുടെ ഒപ്പം തന്നെ വേണ്ടതാണ് നമ്മുടെ പൂവാങ്കൂർനില. ഇതിന്റെ വയലറ്റ് പൂ ഞാൻ കഴുകുന്നയാളെ മുൻപ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചറിയാനുള്ള മാർഗം പൂവാങ്കൂർനില കേട്ടോ. ഇതിന് വേറെ പേര് പറയുമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് പറയുക, പൂവാങ്കൂർനില. പിന്നെ നമുക്ക് വേണ്ടത് തുളസി. കണ്ടോ, ഇത് ഇപ്പൊ ഇത്രയ്ക്കും തന്നെ വേണമെന്നില്ല. ഇത് നമ്മുടെ ജലദോഷം വരാതിരിക്കാന്, മുടിയുടെ താരൻ മാറാന്, പേൻ ശല്യം മാറാന് ഒക്കെ നല്ലതാണ് കേട്ടോ ഈ തുളസി നമ്മൾ ഇടുന്നത്. പിന്നെ ഇത് നമ്മുടെ കീഴാർനെല്ലി ഞാൻ ഞങ്ങൾക്ക് കഴുകുന്നതിനാണ് മുൻപ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിയിലാണ് ഇതിന്റെ ഇതുകൾ വരുന്നത് കണ്ടോ. അതാണ് നമ്മൾ കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ മണികൾ ഇങ്ങനെ വരുന്നത്, വിത്തുകൾ കണ്ടാവും. ഇതാണ് കീഴാർനെല്ലി. ഇതിന്റെ ബാക്ക് വശത്താണ് ഇതിന്റെ ഇങ്ങനെ വരിക. അതുകൊണ്ടാണ് ഇതിനെ കീഴാർനെല്ലി എന്ന് പറയുന്നത്. കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ മുൻപ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് പേരയുടെ തളിരിലയാണ് കേട്ടോ. കണ്ടോ, തളിരിലയാണ് ഏറ്റവും നല്ലത്, പേരയുടെ തളിരില. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി, നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്ന സംഭവങ്ങളാണ് കേട്ടോ. പേര, കറിവേപ്പില പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നെല്ലിക്ക ഞാൻ വാങ്ങിച്ചതാണ്. പച്ചനെല്ലിക്ക പച്ചനെല്ലിക്ക അല്ലെങ്കിൽ പൊടി എടുത്തോളൂ.
പിന്നെ ഇത് നമ്മുടെ നീലിയാമ്പരി. ഞാൻ കഴുകനാളെ നിങ്ങൾക്ക് ഇല കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴുകി നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ വരുന്നതാണ്, ഇങ്ങനെ ചുരുണ്ട് കൂടിയതാണ്. ഞാൻ കഴുകനാളെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഞാൻ ഇല മാത്രം ഉരിഞ്ഞിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി എല്ലാവരും വീട്ടിലുണ്ടാവും. ചെമ്പരത്തി മുട്ട എടുക്കുക, അല്ലെങ്കിൽ പൂവിന്റെ ആ നടുഭാഗത്തെ ഇത് കളയണം, ഈ സംഭവം കളയണം, പച്ച ഞെട്ട് കളയണം, എന്നിട്ട് എതള് മാത്രം എടുക്കണം. പൂവാണ് എടുക്കണതെങ്കിൽ. ഇതാണെങ്കിലും പച്ച കളയണം കേട്ടോ, നടുക്കിലത്തെയും കളയണം, എതള് മാത്രം എടുക്കണം. ഓക്കെ, ചെമ്പരത്തി മുട്ട് അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കറ്റാർവാഴ, അലോവേര കണ്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. എനിക്കിത് ഇഷ്ടംപോലെ തരാനായിട്ട് ചേച്ചിമാരുണ്ട് കേട്ടോ. കാരണം അവർ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയാവുന്ന ചേച്ചിമാരുടെ അടുത്തൊക്കെ ഉണ്ട്, അവർ തരാമെന്ന് പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് കറ്റാർവാഴ അത്ര മതി, ഇതിന്റെ അത്രയ്ക്ക് വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വേണ്ടത് കയ്യോന്നി, പൂവാങ്കുറുന്നല, അതേപോലെ കറിവേപ്പില. അത് നന്നായിട്ട് സമ്മർദ്ദമായിട്ട് എടുത്തോളൂ കേട്ടോ. നീലിയാമ്പരിയും ഇത്രയ്ക്ക് തന്നെ വേണം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം കേട്ടോ, എന്താ പനികൂർക്കാന്ന് ഞങ്ങൾ പറയാം കേട്ടോ. നല്ലൊരു മണമാണ് പനികൂർക്ക. ജലദോഷം വരാണ്ടിരിക്കാൻ നമ്മൾ ഉണ്ണികളുടെ നെറുകിലൊക്കെ ഇട്ട് ചതച്ച് നീര് പറയണ നീര് എന്താ പറയാ, നീര് ഒറ്റിച്ച് വെക്കുന്ന സംഭവമാണ്, നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ചെറിയ ഉള്ളി കേട്ടോ, ചുവന്നുള്ളി എന്ന് ഞങ്ങൾ പറയാ. അപ്പൊ ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയണവരുണ്ട്. ഇത്രയും പോരാട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും നേരം കിട്ടിയിട്ടില്ല. ഇന്നും കുറെ കളക്ടിങ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ 2 ദിവസമായിട്ടാണ് നമ്മുടെ വീഡിയോയുടെ ഈ ഹെയർ ഓയിലിന്റെ കാര്യം നമുക്ക് കാണിച്ചത്. കാരണം കയ്യോന്നി പൊട്ടിക്കാൻ പോയ ദിവസമല്ല മൈലാഞ്ചിയും ഇതൊക്കെ പൊട്ടിച്ചത്. മൈലാഞ്ചിയൊക്കെ പൊട്ടിച്ച് പിന്നെയാണ് പൂവാങ്കുറുന്നലൊക്കെ കിട്ടിയത്. അപ്പോൾ കറിവേപ്പില പിന്നെ നമ്മുടെ അവിടെ ഉള്ളതാണ്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ അവിടെ ഉള്ളത് നമ്മുടെ അടുത്തുള്ള വീടുകളിലുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതാണ് വേറെ 4 കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ലീഫ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ജീരകം അല്ലെ. നിങ്ങൾ കരിഞ്ജീരകം, ഇപ്പൊ നമ്മളിതിനെ കരിഞ്ജീരകം നീലയമരി എണ്ണ എന്ന് പറയാം. നമുക്ക് ഇതെല്ലാം ചേർക്കുന്നു എന്ന് മാത്രം. കരിഞ്ജീരകം നീലയമരി മാത്രമല്ല, എല്ലാം ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇനി ഹെയറിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഉലുവ, ആ കുഞ്ഞ് ചീനച്ചട്ടിയിലിരിക്കണ ഇത് നമ്മുടെ ഉലുവ കേട്ടോ. ഉലുവ മുടിക്ക് നല്ലതാണ്, താരം പോവാൻ നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, വളരെ ഗുണങ്ങളുള്ളതാണ്. പിന്നെ എല്ലാം പിന്നെ നമ്മുടെ കർപ്പൂരം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ മുടിക്ക് നല്ലതാണ്. പിന്നെ ഒരു മണം കിട്ടും, നല്ലതാണ് അത്. പക്ഷെ നമ്മൾ കാച്ചുമ്പോൾ ഇടാൻ പാടില്ല, ലാസ്റ്റ് കാച്ചി കഴിഞ്ഞ് അത് നിങ്ങൾക്ക് പറയാം, ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ ഇത് അഞ്ജനകല്ല്, ഇത് നല്ലതാണ്. ഡോക്ടർമാരൊക്കെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്, അഞ്ജനകല്ല് നല്ലതാണെന്ന്. അതുകൊണ്ടാണ് അത് ചേർക്കണത്. ഇതിപ്പോ ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ വളരെ നല്ലതാണ് ഇത് ചേർക്കണതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ, അഞ്ജനകല്ല്. ഇതും അവസാനമാണ് ചേർക്കേണ്ടത്. ഹെയർ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. അവിടെ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അതിന്റെ ചൂടും കാര്യങ്ങളും, എത്ര സമയം, ഏതാ പരുവം. അപ്പൊ എണ്ണ കാച്ചിനെ ആ കാച്ചിന പരുവത്തിലും ഒരു വ്യത്യാസമുണ്ട്. അത് ശരിയായാൽ മാത്രമാണ് നമ്മുടെ മുടിക്ക്, ഇത് ഇട്ടോണ്ട് മാത്രം കാര്യമില്ല, അതൊരു പരുവത്തിൽ എടുത്ത് കാച്ചി എടുത്താൽ മാത്രമാണ് നമ്മുടെ മുടിക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് നന്നായി കിട്ടാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവരോ, 17 ചേരുവകൾ. അത് നല്ല നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിലുള്ളത്, അടുത്ത വീട്ടിലുള്ളത്, പാടത്തുള്ളത്, പറമ്പിലുള്ളത് ഒക്കെയാണ് ഈ കാണുന്ന സാധനങ്ങൾ. ഇതിൽ വാങ്ങിച്ചതെന്ന് പറയുന്നത് കരിഞ്ജീരകം, അഞ്ജനക്കല്ല്, കർപ്പൂരം, നെല്ലിക്ക, ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതാണ്. അപ്പൊ ഈ സംഭവങ്ങൾ, അപ്പം നമ്മുടെ ഇനി ഹെയർ ഓയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടോളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് സമൂലം ഇടാം കേട്ടോ. കീഴാർനെല്ലി, നമ്മുടെ കയ്യോന്നിയൊക്കെ നമുക്ക് സമൂലം ഇടാം കേട്ടോ. നമ്മുടെ നീലമരിയാണ്, നീലമരി അത്യാവശ്യം ഇടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അടിച്ചടിച്ച് കൊണ്ടുവരണം. ലാസ്റ്റ് ജ്യൂസാണ് നമുക്ക് ആവശ്യം കേട്ടോ. നീലമരിയുടെ ഇലകൾ മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രീൻ കളറിലൊക്കെ തൊലിപ്പുറം വേണമെങ്കിൽ ഇടാം കേട്ടോ. ഈ ഭാഗം കൂടി ഇടാൻ കട്ട് ചെയ്ത്. ഞാൻ പക്ഷേ ഉള്ളിലത്തെ മാത്രമാണ് ഇടുന്നത് കേട്ടോ. അലോവേറയാണ് ചേർക്കുന്നത്. നമുക്ക് വെള്ളം വേറെ ചേർക്കാതെ ഇതിൽ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് കുറേ ഇടണ്ട കേട്ടോ, കറ്റാർവാഴയുടെ കുറേ ഇടണ്ട. ഒരു 3 തണ്ടോ അങ്ങനെ കിട്ടാൻ മതി കേട്ടോ. നല്ല കനം കൂടിയതാണെങ്കിൽ 2 തണ്ട് മതിയോ. ഇത് കനം കുറവുള്ളതാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്.
ഇതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ അറിയാവുന്ന കാര്യമാണ്. എല്ലാം നമുക്ക് പൾപ്പാക്കിയിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ വൈറ്റമിൻ സിയുടെ കലവറയെന്ന് എല്ലാവർക്കും അറിയാം. മുടി നന്നായിട്ട് കരുത്തോടെ വളരാനും ഇടതോറുന്നു നമ്മൾ നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് വൈറ്റമിൻ സി നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിത് ഉപേക്ഷിക്കരുത്, ഇത് അവോയ്ഡ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു 8 ഇടുന്നുണ്ട് കേട്ടോ. 8 നെല്ലിക്കൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഇടുന്നുണ്ട്. 1/2 ലിറ്ററിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണയാണ് കാച്ചണ കേട്ടോ. കാരണം അതിന് ഇരുന്ന് വറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നെല്ലിക്കയോടുകൂടി അടിക്കുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നെല്ലിക്കെന്ന് വെച്ചാൽ നെല്ലിക്കയിലുള്ള വെള്ളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലകൾ ഞാൻ ഈ തോർന്ന് കഴുകി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കാൻ നേരം കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും, കഴുകിയ വെള്ളമൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ അത് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിക്ക കുറേ പ്രാവശ്യമായിട്ട് അടിക്കണ കാരണം കുറേശ്ശായിട്ട് ഇട്ടിട്ടാക്കണേ. അപ്പോൾ കുറച്ച് നെല്ലിക്കൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇടണം. കറിവേപ്പില നിങ്ങൾ ഇതുപോലെ മുടി നന്നായിട്ട് കറുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വേപ്പിലയുടെ വലിയൊരു മരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേപ്പില വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. ഒരു 2 പിടി 3 പിടിയൊക്കെ കറിവേപ്പില ഇടാൻ നല്ലതാണ്. മുടി നമ്മുടെ അകാലം നിര മാറാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് അകാലം നിരയാണ്. അപ്പോൾ അത് മാറാനായിട്ട് ഏറ്റവും വളരെ നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. ഈ വേപ്പിലൊക്കെ നമ്മളിതിലിടാൻ പോവാണ് കേട്ടോ. തണ്ടായിട്ട് ഇടാം, നമുക്ക് ഇലയായിട്ടും അങ്ങനെ തന്നെ ഇടാം. നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് കുറച്ചും കൂടി ഇടാനായിട്ട് കണ്ടോ. അപ്പോൾ 2-3 ട്രിപ്പ് അരിക്ക് അടിക്കണം. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാണ്. ഇനി എല്ലാവരും മിക്സിയിൽ അടിക്കാൻ അറിയാമെന്ന് വെച്ചിട്ട് ഞാനത് കാണിക്കാതെ പോകാൻ വെച്ചാൽ എല്ലാവരും പറയും കാണിച്ചിട്ട് പോകാം. അതുകൊണ്ടാണ് ആ മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. ഞാനെല്ലാം നമുക്ക് അരച്ചെടുക്കണം. ഇലകളും നെല്ലിക്കയും ഉള്ളിയും ഒക്കെ അരച്ചെടുക്കണം കേട്ടോ. ഇതേട്ടാ കണ്ട നമ്മൾ നെല്ലിക്ക വേപ്പിലേക്ക് ആയതുകൊണ്ട് നെല്ലിക്കയുടെ നനവ് വന്നതുകൊണ്ട് നമുക്ക് വേപ്പില നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി അടിച്ചിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ നെല്ലിക്കും വേപ്പിലും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇത് ലാസ്റ്റ് പിഴിയാട്ടോ ഒരുമിച്ച്. മേരിയുടെ കൂട്ടിലേക്കാണ് നമ്മളിത് ആക്കി. നമുക്ക് കയ്യോന്നി മൈലാഞ്ചി ഒക്കെ നമുക്ക് അരക്കണം. അപ്പോൾ ആ കുഞ്ഞ് ജാറിലായതുകൊണ്ടാണ് ഞാൻ കുറേ ട്രിപ്പായിട്ട് അരക്കുന്നത്. നമുക്ക് മറ്റുള്ള കാര്യം കൂടി അരച്ചിട്ട് വരാം. അപ്പോൾ കറ്റാർവാഴ, വേപ്പില, നെല്ലിക്ക, നീലിയമരി ഇതാണ് അരച്ചത്. ബാക്കിയുള്ള കുറേ പീസ് ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ അരച്ചിട്ട് വരാം. കഞ്ഞുണ്ണി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യോന്നി 2 പിടി വേണേ. ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ജാറിലേക്ക് ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ അത് പിടിക്കും. നമ്മൾ കയ്യോന്നിയുടെ കൂടെ ചുവന്നുള്ളിയും കൂടി ഇട്ടു. അപ്പോൾ ആ ചുവന്നുള്ളിയുടെ നീരും കൂടി കിട്ടും നമുക്ക്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്യോന്നി ആണെങ്കിലും പൂവാങ്കുറുന്നിലാണെങ്കിലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടണം. പിന്നെ മൈലാഞ്ചി ഇല മാത്രം മതി കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ അരിഞ്ഞ് കിട്ടിയ നെല്ലിക്കയുടെ വെള്ളവും ചുവന്നുള്ളിയുടെ വെള്ളമൊക്കെ കൂടി ആകുമ്പോൾ അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇലയും ആ സംഭവങ്ങളും നമ്മൾ വാട്ടർ കണ്ടൻറ്റുള്ളതും ഒരുമിച്ചിടുന്നത് കേട്ടോ. അപ്പം കഞ്ഞുണ്ണി പൂവാങ്കുറിൻ്റെ ഒക്കെ എല്ലാം ഇടാം, തണ്ടടക്കം ഇടാം കേട്ടോ. പിന്നെ പേരയുടെ പനികൂർക്കയുടെ ഒക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നത് ഉണ്ടാവും. അപ്പോൾ തുളസി, അപ്പോൾ പനികൂർക്കയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ ചെമ്പരത്തി, അതിൻ്റെ ഇതള് മാത്രം കേട്ടോ, ഇതള് മാത്രമേ ഇടാൻ പാടൂ. ചെമ്പരത്തിയുടെ അതും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും ആയിക്കഴിഞ്ഞു. എല്ലാതും ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. അരച്ച് അതിൻ്റെ നീരാണ് നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത് കണ്ടോ. അത് ഞാനൊരു ക്ലോത്തിലാണ്, കോട്ടൺ ക്ലോത്തിലാണ് പിഴിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പേര് അരിച്ചെടുക്കാം, പക്ഷേ നമുക്കതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഗ്ലൗസൊക്കെ ധരിക്കാത്തത്. ഇതിപ്പോൾ ഞങ്ങൾ 2 ബോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയത്, 1/2 ലിറ്റർ. അപ്പോൾ ഞങ്ങളുടെ യൂസിന് തന്നെ ഇത് പോകും. സെയിലിനുള്ളതാകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജ്യൂസിലേക്ക് നമ്മുടെ കരിഞ്ജീരകം, ഉലുവയാണ് 2ഉം കൂടി പൊടിച്ചതാണ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഫ്ലെയിം പോകണമല്ല. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. പൊടികൾ മിക്സാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ, ഇത് ആട്ടുന്നിടത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓണാക്കുന്നത് കേട്ടോ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതെല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ ഇളക്കിക്കൊണ്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ. 1 മണിക്കൂറൊക്കെ ആവും. ഇതിൻ്റെയൊക്കെ 2-3 തലങ്ങളുണ്ട്. ഇപ്പോൾ ഈ പാട കെട്ടിയ പോലെയുള്ളതൊക്കെ പോയി നന്നായി മൊരിഞ്ഞ്
അതിൽ ചേരും കണ്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൽ പാകം അറിയണമെങ്കിൽ ഒരു കുരുമുളകൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പാകമായി. അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റും. വെളിച്ചെണ്ണയും അതിൻ്റെ ജ്യൂസൊക്കെ ഒരേ ലെവലായി വരും വെളിച്ചെണ്ണയിൽ കലർന്ന് കഴിഞ്ഞിട്ട്. ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ കർപ്പൂരവും അഞ്ജനക്കല്ലും ചേർക്കുന്നത് കേട്ടോ. 1 മണിക്കൂറോ ഒരു 1.25 മണിക്കൂറൊക്കെ നമ്മൾ ഈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആകുമ്പോഴാണ് ഈ പാകമായി വരുന്നത്. പെട്ടെന്ന് ആവില്ല കേട്ടോ. നിങ്ങൾക്ക് 2-3 ഞാൻ സ്പീഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എപ്പോഴൊന്നും കഴിയില്ല, ലെങ്തി ആവും. ഇപ്പോൾ തന്നെ ലെങ്തി ആണ്. അപ്പോൾ ഞാൻ സ്പീഡിൽ കാണിച്ചിട്ടുണ്ട്, പറയുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേപോലെയാണ് ലാസ്റ്റ് ആവുക അതിൻ്റെ ഒരു പാകം. ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടുല്ലോ, ഒരു പാട കെട്ടിയ പോലെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പരുവാകണം. അതിന് കഴിഞ്ഞ് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. അതിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മാത്രം അരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വൈകുന്നേരം നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി വേഗം അരിച്ചെടുത്തു. വൈകുന്നേരം കേട്ടോ. അതങ്ങനെ ഞാൻ കുറേശ്ശായിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ക്ലോത്ത് വെച്ചിട്ട് തന്നെ അരിച്ചെടുത്തു. ലാസ്റ്റ് അതിൽ തരികളുണ്ട്. ആ തരി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാകം അറിയാം. ഒരു മണൽ പരുവായിരിക്കണം നമ്മളതിൻ്റെ ലാസ്റ്റ് വരുന്ന സംഭവങ്ങളിലൊക്കെ മുരിഞ്ഞ് ആ ഒരു കാര്യം കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ മണൽ പരുവാകണം. അതാണ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഒരു പാകം എന്ന് പറയണത്. നമ്മൾ ബോട്ടിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി 200 ml ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. അത് കണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ 20 ഔഷധക്കൂട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പം മുടി വളരണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വലിച്ചു വാരി ചെയ്യണം, മുടി വളർച്ച മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 20ഓളം ആയുർവേദ കൂട്ടുകളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമുക്ക് ചെമ്പരത്തിയോ കറിവേപ്പിലയോ അതുപോലെ കയ്യോന്നി പൂവാങ്കുറുന്നത് ഇത് രണ്ടും മാത്രം എടുത്താൽ അടിപൊളിയാണ്. കാരണം നമുക്ക് ഈ കാച്ചെണ്ണകൾ, പലതരം കാച്ചെണ്ണകൾ നമുക്ക് ഇത് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അറിവുള്ളത്. അതിന് നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അറിവ് വേണ്ട. കാരണം നമ്മുടെ അമ്മമാർ നമുക്ക് ചെറുപ്പത്തിലെ കാച്ചി തരുന്നതാണ് അല്ലേ. അവർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു. നമ്മുടേതായ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മളതൊക്കെ നിർത്തും. നമുക്ക് അതിനോട് മടിയായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് ആദ്യമേ നല്ല മുടി ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഇപ്പോൾ 2 വാലല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട്. പക്ഷെ നന്നായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഷോർട്ടാക്കി നിർത്തുന്നതാണ്. എനിക്ക് ഞാനൊരുവിധം വളരെ മുൻപ് തന്നെ ഞാൻ ഷോർട്ടാക്കി തുടങ്ങിയതാണ്. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് ഒരു പിടിയിൽ പോലും ഒരു ക്ലിപ്പ് പോലും ഇടാത്ത തരത്തിലുള്ള മുടി ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാച്ചെണ്ണ അതിപ്പോൾ ഒരുപാട് ഇന്ത്യൻ്റെ ഒന്നുമില്ല, 2 3 അതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പക്ഷെ നമുക്ക് നന്നായിട്ട് മുടി വളരും. അപ്പം വളർച്ച മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അകാല നിരയാണ്. എനിക്കുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷനാണിത്. അപ്പം എനിക്കതിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇതൊക്കെ ആദ്യമേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോരായിരുന്നെങ്കിൽ നമുക്കിത് വരില്ലായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ ഈ പറഞ്ഞ പോലെ തേച്ചുകൂടി തന്നെ പരിമിതപ്പെടുത്തി. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുളിക്കണത് നമ്മൾ പരിമിതപ്പെടുത്തി. ഡെയിലി ഷാമ്പു ചെയ്യും ഞാൻ. അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടി പോയത്. ആ ഷാമ്പു എന്ന് പറഞ്ഞാൽ ഓർഗാനിക് അല്ല, നമ്മൾ വാങ്ങിക്കുന്ന ഷാമ്പു. കാരണം നമുക്ക് നമ്മുടെ കാര്യത്തിലൊരു ശ്രദ്ധ വെക്കുന്നതിന് പേര് മടിയാണ്. ഹെയർ കെയർ പ്രത്യേകിച്ച് മടിയാണ്. എനിക്ക് അതിനുള്ള ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ്. അപ്പം എൻ്റെ കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കണതല്ല കേട്ടോ. എല്ലാവരും കമൻറ്റുകൾ ഇടുമല്ലോ ആരെങ്കിലും. നമ്മളെ ഫസ്റ്റ് നോക്കും. അപ്പം നമ്മൾ മുടി ഇങ്ങനെ ഇടതൂർന്ന് തളിച്ച് വളരും എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മുടി എന്താണ് ഇങ്ങോട്ട് ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പം അത് ഞാൻ പറയണേ, എൻ്റെ മുടി ഇപ്പോഴത്തെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ വീഡിയോ തുടങ്ങുന്ന മുൻപ് തന്നെ എൻ്റെ മുടി ഷോർട്ടാക്കി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇനി ഞാൻ അത് വലുതാവും, പക്ഷെ ഞാൻ ഷോർട്ടാക്കും. ഓക്കെ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നന്നായിട്ട് മുടി വളരുന്നു. ഞാൻ 100% ഉറപ്പ് തരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ. അതിൽ അകാല നിറം മാറും, മുടി കൊഴിച്ചിൽ മാറും, കറുപ്പ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും, നല്ല മുടി പൊട്ടിപ്പോകാതെ പുതിയ മുടികൾ കിളർത്ത് വരും. നമ്മുടെ കീഴാർന്നേലേക്ക് നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയറുകൾ വരാനായിട്ട് സഹായിക്കണ ഒരു സംഭവമാണ്. അതേപോലെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ്. എല്ലാം തന്നെ കേട്ടോ. നെല്ലിക്കെല്ലാം കാണിച്ചല്ലോ. ഞാനത് കുറേ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടതല്ല, അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 3 ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം എനിക്ക് പൊട്ടിച്ചന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. നമ്മൾ കളക്ട് ചെയ്തന്ന് 2 ദിവസമായിട്ട് കളക്ട് ചെയ്തത്. കാരണം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഹെയർ കെയറിനായിട്ട് ഇറങ്ങാത്തത്. ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നരയ്ക്കുന്നതിന് ഹെയർ ഡൈ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. 1 മണിക്കൂറോളെങ്കിലും നമ്മളത് എന്താ പറയുക, ഈ കാച്ചിയെടുക്കാനായിട്ട് നമുക്ക് എടുക്കണം. പെട്ടെന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കണേലല്ല. അതിൻ്റെ ഒരു പാവൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ഒരു ലെവലിൽ വേണം നമ്മളത് ഇട്ട് കാച്ചിയെടുക്കാനായിട്ട്.
അപ്പൊ നമ്മള് മനസ്സിലായോ? അപ്പൊ ഞാന് പറയണത് എന്ന് പറഞ്ഞാല് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നത് മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. കാച്ചെണ്ണ ഉപയോഗിച്ച് തുടങ്ങിയാല് നിർത്താൻ പാടില്ല എന്നാണ്. അഥവാ നിർത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് കുറേശ്ശെ ആയിട്ട്. ഇപ്പൊ ഇത് ആഴ്ചയിൽ 3 ദിവസം തേക്കുന്നുണ്ട്. ആഴ്ചയിൽ നിങ്ങൾ ഡെയിലി തേക്കരുത്. നമ്മൾ ഡെയിലി എണ്ണ ഇങ്ങനെ കുറെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. ആഴ്ചയിൽ 3 ദിവസം തലയിൽ തേക്കുന്നുണ്ട്. ഒരു 1/2 മണിക്കൂർ മാക്സിമം ഇട്ടാൽ മതി. അതിനുള്ളിൽ അത് കഴുകി കളയാം. അതിന് കുറച്ച് മുൻപ് ആയാലും കഴുകി കളയുന്ന പ്രശ്നമില്ല. അത് അധികം നേരം നമ്മുടെ മുടിയിൽ ഇങ്ങനെ എണ്ണ അങ്ങനെ വലിച്ച് വാരി വെക്കണ്ട. താരനൊക്കെ ഉള്ളവർക്ക് അത് കൂടാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മുടെ എണ്ണ തേക്കേണ്ടതുള്ളൂ. ജസ്റ്റ് ഒരു കുഞ്ഞു മസാജ് കൊടുക്കാന്ന് വെച്ചാൽ വളരെ നല്ലത്. ഒരു 1 മിനിറ്റ് ഒക്കെ. ഇനിയിപ്പോൾ അതും കൊടുക്കാൻ നേരം അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതേപോലെ മുടിയുടെ അറ്റം വരെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിച്ച് ഈ ഷാമ്പു നിങ്ങളിപ്പോൾ മറ്റേ ഷാമ്പു വേണ്ട, ഓർഗാനിക് ഷാമ്പുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഓർഗാനിക് ഷാമ്പു അങ്ങനെ ഓർഗാനിക് സോപ്പ് അതൊക്കെ ഉപയോഗിക്കാം. എണ്ണയൊന്നും തലയിൽ നിൽക്കാത്ത തരത്തിൽ അത് കഴുകി കളഞ്ഞു. അതാണ് നമുക്ക് ആ എണ്ണ തേക്കുന്ന സമയം മാത്രം നമ്മുടെ തലയിൽ അത് പിടിച്ചാൽ മതി. അത്രയേ വേണ്ടൂ, അതിന്റെ ആവശ്യമുള്ളൂ. അത്രയും നല്ല പവറും ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്ന ഓയിലുകളാണ് നമ്മൾ ഇതൊക്കെ. അപ്പൊ ആഴ്ചയിൽ 3 ദിവസം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉപയോഗിക്കാം. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ലാത്ത ഇതാണിത്. അതേപോലെ ഇതിൽ ഞാൻ ലാസ്റ്റ് ഒരു മണത്തിനായിട്ട് കർപ്പൂരം ചേർത്തതും പിന്നെ അഞ്ജനക്കല്ല് അതൊക്കെ ചേർത്തത് കണ്ടിട്ടുണ്ടാവല്ലോ. അഞ്ജനക്കല്ലൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് നല്ലതാണ് മുടിക്ക്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. അതുപോലെ കർപ്പൂരം നല്ലൊരു മണം, നമ്മുടെ ഹെയറിന് നല്ലൊരു മണം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കണം. ഞാനിത് ഇങ്ങനെ ഇതില് ഇഷ്ടമുള്ളവർ കേട്ടോ. നിങ്ങൾക്ക് മുടി വേണം, മുടി കൊഴിച്ചിട്ട് മാറണം, നിര മാറണം, കറുക്കണം എന്നുള്ളവർ മാത്രം, അല്ലാണ്ട് താല്പര്യമില്ലാത്തവരൊന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ നിർത്തണ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഇനി പറ്റുന്നില്ല എന്നുണ്ട് ആ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിത് കുറേശ്ശെ ആയിട്ട് ആഴ്ചയിൽ 3 എന്നുള്ളത് ആഴ്ചയിൽ 2 ആക്കുക. അത് കഴിഞ്ഞ ആഴ്ചയിൽ 1 ആക്കുക. അങ്ങനെ പിന്നെ ഇടയ്ക്കെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാച്ചെണ്ണ നിർത്തി നമ്മൾ വേറൊരു എണ്ണയിലേക്ക് കിടക്കുമ്പോൾ, അതായത് ഇപ്പൊ ഈ എണ്ണ എന്നല്ല ഉദ്ദേശിച്ചത്, വേറെ ഏത് കാച്ചെണ്ണ നമുക്ക് മിക്സ് ആക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വേറെ നമ്മൾ സാധാരണ ഇതിനിട്ട് ഇതൊക്കെ ഒറ്റ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വെളിച്ചെണ്ണ മാത്രം അല്ലെങ്കിൽ വേറൊരു എണ്ണ മാത്രം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോവേ. അപ്പോൾ എന്താ കാരണം നമ്മുടെ ഇതിന് പിടിച്ചു കഴിഞ്ഞു, നമ്മുടെ ഈ ഓയിൽ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലത് ഇതാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മുടി നരയ്ക്കാത്തവർ ഇല്ല വേഗം. അപ്പൊ മാസം നമുക്ക് ഡൈ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ആ ഡൈ മൂലം എന്ന് പറയണ കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നതും അതേപോലെ സ്കിന്നിന് ഒരേ പ്രോബ്ലങ്ങൾ വരുന്നതൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ തലവേദന വരുന്നുണ്ട് ചിലർക്ക്, ഡൈയുടെ അലർജി. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ അകാല നേരം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്തത്. നമ്മുടെ മുടിയൊക്കെ വെളുത്തിരിക്കുക. ഇപ്പം 60 വയസ്സും 65 വയസ്സായ മുടിയൊക്കെ നല്ല കറുത്തിരിക്കുക. കാരണം അവർക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കിട്ടുന്ന ഇലയും പൂവും ഒക്കെ വെച്ച് കാച്ചി തയ്ക്കായിരുന്നു. നമുക്കാണ് മടി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഇരട്ടി പ്രോബ്ലങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓയില്. ഇത് 200 ml ഞാൻ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഈ ബോട്ടിൽ നിങ്ങൾക്ക് കിട്ടും, സ്റ്റിക്കർ വരും കേട്ടോ. നമ്മുടെ ഞാൻ ഹെയർ ഓയിലിന് ഒരു പുതിയ പേര് നമുക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല. സ്കിൻ കെയറിന് നമുക്ക് ഓൾറെഡി ബ്രാൻഡ് നെയിം അത് തന്നെ, ഹെയർ ഓയിലിന്റെ പേര് മാറ്റാന്നുണ്ട്. അതൊക്കെ സ്റ്റിക്കർ അടിക്കുന്ന മുന്നേ തീരുമാനിച്ച് ആ സമയത്ത് അങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും കേട്ടോ. റൗണ്ട് ആയിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാവും. ബോട്ടിൽ വ്യത്യാസമാണെന്ന് വിചാരിക്കേണ്ട. അപ്പൊ ഇത് 200 ml എങ്കിലും നിങ്ങൾ കുറഞ്ഞത് വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം നമുക്കത് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ തലയിലത് പിടിച്ച് കിട്ടുന്നവരെന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടാവും. 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ കൊറിയർ വരുത്തിയാണ് നല്ലത്. മിനിമം 200 ml എങ്കിലും വാങ്ങിക്കാൻ നോക്കാം. പറ്റാത്തവർ ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഏറ്റവും കുറവ് 100 ml ആണ്. പിന്നെ നമ്മുടെ ഇതിലാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ അമ്മയും മോളും അവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും തേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 500 ml ഒരു ബോട്ടിലിൽ വാങ്ങിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇതിന് സ്റ്റിക്കർ വരും കേട്ടോ. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലേ, സ്റ്റിക്കർ വലുതാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിയിൽ ആദ്യം അയക്കുന്നത്. ഒഴിക്കണതൊക്കെ കണ്ടുല്ലോ. ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ഗ്രീൻ കളറാണ്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കളറാവും. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ. അപ്പൊ നല്ലതാണിത്. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ 20 ഔഷധ കൂട്ടങ്ങൾ അടങ്ങിയ നീലയാമ്പരി കരിഞ്ജീരക എണ്ണയാണിത്. നമ്മുടെ സ്വന്തം കാച്ചെണ്ണയാണ്. വേണ്ടവര് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കമന്റ് ബോക്സിൽ കേട്ടോ. പേഴ്സണലായിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസുകൾ കാണാത്തവരൊക്കെ പോയി കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു കിടിലൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.